ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് ആയിട്ടുണ്ട്. ജനറൽ സർവീസ് എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറണം. അതേപോലെ ഹെഡ് ലൈറ്റിൻ്റെ ക്ലിപ്പ് ലൂസായിട്ട് കിടന്ന് ഇളകണുണ്ട്. മൊത്തത്തിൽ ഫ്രണ്ട് കവറിൻ്റെ ഭാഗത്ത് സൗണ്ട് ഉണ്ട്. പിന്നെ ഫ്രണ്ട് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട് വെട്ടൽ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മീറ്ററിൽ കാണിക്കുന്ന റീഡിംഗ് എന്ന് പറഞ്ഞാൽ 16,453 കിലോമീറ്ററാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വർക്കിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചതാണ്. ബ്രേക്ക് ലൈനർ നമുക്ക് ഈ ഒരു സർവീസും കൂടി അഡ്ജസ്റ്റ് ചെയ്തിടാനുണ്ട്. നെക്സ്റ്റ് അടുത്ത സർവീസിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റേണ്ടി വരും കേട്ടോ. അപ്പോൾ ഈ സർവീസ് തന്നെ പരമാവധി അഡ്ജസ്റ്റിങ്ങിലേക്ക് നമുക്ക് ഇടേണ്ടി വരും. സെറ്റ് ചെയ്ത് നോക്കാം. തീരെ കുറവാണെങ്കിൽ നമുക്ക് മാറ്റി പുതിയത് ഇടേണ്ടി വരും കേട്ടോ. തൽക്കാലം ഞാൻ ക്ലീൻ ചെയ്ത് ഇട്ട് നോക്കാം. ബാക്കിലത്തെ വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റും വേണം. അതിൻ്റെ ബെയറിങ്ങിൻ്റെയൊക്കെ പ്ലേ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ ബാക്ക് ടയർ നോക്കി, അപ്പോളോൻ്റെ ടയർ എടുക്കണ സാപ്പർ മോഡൽ കമ്പനി വരുന്ന മോഡലാണ്. നല്ല ടയറാണ്, കുഴപ്പമൊന്നുമില്ല. ഗിയർ ഓയിൽ ഓക്കെയാണ്. അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്റർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിന് നമുക്ക് കിടക്കണം കേട്ടോ. കുറച്ച് പൊടിയൊക്കെ ഉണ്ടെന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. ക്ലച്ച് CVT ക്ലച്ചാണ്. നമുക്ക് ബെൽറ്റ് ഡ്രൈവ് വണ്ടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം. അതേപോലെ തന്നെ ക്ലച്ച് ഗ്രീസിങ് ഒക്കെ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അയച്ചാനാണ്. അപ്പോൾ അതിൻ്റെ ബെൽറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. കമ്പനി ബെൽറ്റൊക്കെ കിടക്കണേ. ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. പുതിയ ബെൽറ്റാണ് കേട്ടോ. അതേപോലെ ബ്രേക്ക് ഈ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ വരുന്നത് ഈ റോളറിൻ്റെ സൈഡ് തിരിച്ച് തേയ്മാനം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തൽക്കാലം ഇപ്പോൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു പ്രോബ്ലം വെച്ചാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവർ കട്ടായി പോകും. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അടുത്ത സർവീസിൽ നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെക്ക് ചെയ്യണം. കൂടുതൽ പൊട്ടലോ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ മാറ്റി കളയാം. പിന്നെ അതിൻ്റെ ക്ലച്ച് യൂണിറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. കിക്കർ വീല് ഗ്രീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു നനവുണ്ട്, അത് മാറ്റാനും മാത്രം, അത് ഗ്യാസ്കറ്റ് മാറ്റേണ്ട സിറ്റുവേഷൻ ഒന്നുമില്ല. ചോക്കിൻ്റെ കേബിൾ നമ്മൾ നോക്കി, ആക്സിലേറ്റർ കേബിൾ ചെക്ക് ചെയ്തു. 2 കേബിളും കുഴപ്പമൊന്നുമില്ല, നല്ല കേബിളാണ് കേട്ടോ. പിന്നെ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് കംപ്ലയിൻറ്റുകളൊന്നുമില്ല. അതായത് ഓവർഫ്ലോ മിസ്സിങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കാർബറേറ്റർ അഴിക്കണ്ട. ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് വരുന്നില്ല. നമ്മൾ അഡീഷണൽ പേ ചെയ്യേണ്ട കേസാണ്. പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കത് അഴിക്കാതിരിക്കണം നല്ലത്. കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് E20 പെട്രോൾ പറയും. E20 പെട്രോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യണേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് വേറെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് കാണിക്കണവരെ തൽക്കാലം കാർബറേറ്റർ തുടയൊന്നും ചെയ്യരുത് കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകൾ ഗ്രീസ് ചെയ്യാൻ വേണ്ടി അഴിച്ചാൽ, ഫ്രണ്ട് ബ്രഷ് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അഴിക്കണം. നമുക്ക് ഈ ഷോക്ക് ഓൾറെഡി ലീക്ക് തുടങ്ങിയിട്ടുണ്ട്, എന്നാൽ തീരെ മോശാവസ്ഥയിലേക്ക് ആയിട്ടില്ല. ഷോക്കിൻ്റെ ഈ ബുഷ് നല്ല രീതിയിൽ ഓവലായി പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിടാം. പിന്നെ അതേപോലെ ലിങ്ക് ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ നോക്കി, കമ്പനി ലൈനർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ റീസെറ്റാക്കി ഇടുക. പിന്നെ ഫ്രണ്ട് വീലിൻ്റെ ഈ ടയറുണ്ടല്ലോ, ഈ ടയറാണ് മെയിനായിട്ട് നമുക്ക് ആ ഫ്രണ്ടിൽ ബൊബ്ലിങ്, അതായത് വെട്ടൽ കൂടുതലായിട്ട് കാണിക്കുന്നത് ടയറിൻ്റെയാണ്. ടയർ മാറ്റിയാലാണ് ആ കംപ്ലയിൻറ്റ് മാറുള്ളൂ. അപ്പോൾ തൽക്കാലം നമ്മൾ ബുഷ് കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ആക്കാം. അതേപോലെ തന്നെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങിനും കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ബെയറിങ്ങും മാറ്റി ആ ഭാഗങ്ങൾ കറക്റ്റ് ചെയ്തിടാം. ബെയറിങ്ങിന് അത്യാവശ്യം പ്ലേ കാണിക്കുന്നുണ്ട്, അതല്ല ഇത്ര ഷെയ്ക്കിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ബെയറിങ് നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റി വിടുന്നുണ്ട്. അപ്പോൾ ബെയറിങ്ങും മാറ്റാം. ഫ്രണ്ടിലെ ഗ്രീൻ ബുഷ്, ലെഗ് ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് കഴിയുമ്പോഴത്തേക്കും കുറച്ച് വ്യത്യാസം വരും. പക്ഷേ 100% മാറില്ല. 100% മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടയർ മാറ്റി കളയേണ്ടതായിട്ട് വരും. ടയർ കുറേ കൂടി ഓടാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ടയർ മാറ്റിക്കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് റെഡി ആയിക്കോളും കേട്ടോ. പരമാവധി ഉപയോഗിക്കാം. ഒരു രക്ഷയില്ലെങ്കിൽ മാറ്റി കളഞ്ഞാൽ തീരാം. വണ്ടി ഓടുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു കൈയൊക്കെ നമുക്കൊന്ന് വിട്ടൊരു ജസ്റ്റ് ഒരു ഫോണൊക്കെ ചെക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വണ്ടി ഷിവറിങ് ഫ്രണ്ട് സൈഡിൽ നിന്ന് കാണിക്കുന്നുണ്ട്. ടയറിൻ്റെ തന്നെയാണ്, അത് മാറ്റിയാലാണ് റെഡി ആവുള്ളൂ. കുറേ കൂടി ഉപയോഗിച്ചിട്ട് മാറ്റിയണതായിരിക്കും നല്ലത്, കുറച്ചുകൂടിയും ഓടാനുണ്ട്. പിന്നെ ബാറ്ററി 2024 മോഡൽ ബാറ്ററിയാണ് ഇതും ഇരിക്കണേ. ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കി, 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴായാലും 9.25 വരെ വരുന്നുണ്ട്. അപ്പം നിലവിൽ ഒരല്പം വേരിയേഷൻസ് തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നിട്ട് കംപ്ലയിൻ്റ് ഒന്നും പറയാറായിട്ടൊന്നുമില്ല. അപ്പോൾ ആ കോൺടാക്റ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. എയർ ഫിൽറ്ററിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്ലഗും മാറ്റിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, പുതിയ പ്ലഗാണ്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇത്രയാണ് മെയിനായിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് വെട്ടലിൻ്റെ കേസാണ് മെയിനായിട്ട് പറഞ്ഞത്. ഫ്രണ്ട് വെട്ടൽ ടയറിൻ്റെയാണ്. പിന്നെ അതേപോലെ തന്നെ ടയർ മാറ്റിയാലാണ് റെഡി ആവുള്ളൂ. വീൽ ബെയറിങ്ങും അതിൻ്റെ ഗ്രീൻ ബുഷും അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്തിടാം. ടയർ മാറ്റാതെ 100% കംപ്ലയിൻറ്റ് മാറില്ല. പിന്നെ ഈ ഫ്രണ്ടിലത്തെ ഈ കവറ് മൊത്തം നമ്മൾ അഴിച്ച് റീസെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ ക്ലിപ്പുകൾ ലൂസായിരിക്കണതാണ്. ആ ഷിവറിങ് ചെറിയ ജെർക്കിങ് പോലെ കാണിക്കണം.
ഫൈബർ ബോഡിയാണ്. നമ്മൾ എങ്ങനെ ചെയ്താലും ചെറിയ ജെർക്കി സൗണ്ട് ഉണ്ടാവും. ഇത് നല്ല രീതിയിലുണ്ട്, അത് നമുക്ക് കുറച്ച് തരാം കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ. ഏകദേശം നമുക്കൊരു 6:30-7 മണിയൊക്കെ ആവട്ടോ തീരുമ്പോഴത്തേക്കും. വാട്ടർ സർവീസും കൂടി ഉണ്ടല്ലോ, അപ്പോൾ അതുകൂടി കഴിഞ്ഞ് വരുമ്പോൾ ഒരു 7 മണിയൊക്കെ ആവും. അപ്പോൾ ഞാൻ അതിക്ക് മുമ്പ് ആവുകയാണെങ്കിൽ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ഇട്ടേക്കണേ.